ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് വി ഇൻസ്പയർ എന്ന മോട്ടിവേഷണൽ സീരീസിലാണുള്ളത്. ഇന്ന് നമ്മളോട് കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കുന്നത് അഭിലാഷ് സാറാണ്. അഭിലാഷ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം കഴിഞ്ഞ ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് തിരുവനന്തപുരം ജില്ലയിൽ 15ാം റാങ്കോടുകൂടി പാസ്സായി. അഡ്വൈസ് പ്രതീക്ഷിച്ചിരിക്കുന്നതാണ്. സോ നമുക്ക് സാറിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. നമുക്ക് അഭിലാഷ് സാറിനോട് തന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. സാർ, പൊതുവേ ഒരു ചിന്താഗതിയുണ്ട്, PSC അതേപോലെ UPSC ഉള്ള എക്സാമുകൾക്കെല്ലാം പാസ്സാകണമെങ്കിൽ സ്കൂൾ കാലം മുതൽ തന്നെ വളരെ നന്നായിട്ട് പഠിച്ചു വന്നാലേ അതിനൊക്കെ കഴിയുമെന്ന്. പക്ഷെ നമുക്കറിയാം, ഹൈസ്കൂൾ ടീച്ചർ എന്ന് പറയുന്നത് PSC നടത്തുന്ന വളരെ മികച്ചൊരു എക്സാമിൽ പെട്ടതാണ്. പ്രത്യേകിച്ച് സോഷ്യൽ സയൻസിലെ ഹൈസ്കൂൾ ടീച്ചർ എന്ന് പറയുന്നത് GK, ഹിസ്റ്ററി എന്നൊക്കെ നല്ല ചോദ്യങ്ങൾ വരുന്നൊരു ഭാഗമാണ്. ഇപ്പോൾ സാറും ഈ പറഞ്ഞതുപോലെ സ്കൂൾ പഠനകാലത്തിൽ വളരെ മികച്ച പഠന നേട്ടം കൈവരിച്ചൊരു കുട്ടിയായിരുന്നു. പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ മികച്ചൊരു കുട്ടിയായിട്ട് ഒരിക്കലും പറയാൻ പറ്റുന്നില്ല. പഠിക്കാനൊക്കെ ആവറേജ് ആയിരുന്നു. ഇപ്പോൾ ലൈഫിനെ കുറിച്ച് പറയപ്പെടുമ്പോൾ ആദ്യത്തെ ഒരു 5ാം ക്ലാസ് വരെ ക്ലാസ്സിൽ ടോപ്പൊക്കെ ആയിരുന്നു. പിന്നെ അടുത്ത് 6ാം ക്ലാസ്സിൽ വേറെ സ്കൂളായിരുന്നു. അപ്പോൾ ആ സ്കൂളിൽ പോയ സമയത്ത് അദ്ദേഹം പറഞ്ഞ മാത്സിനെ തോറ്റുണ്ട്. മാത്സ്, ഇംഗ്ലീഷ് പല പല വിഷയങ്ങളും കിട്ടിയിട്ടില്ല. പിന്നെ പതുക്കെ കയറി വന്നതാണ്. അതായത് ഒരു 10ാം ക്ലാസ് ലെവലായ സമയം മുതലാണ് പഠിച്ചു തുടങ്ങിയത്. 10ാം ക്ലാസ്സിലും വലിയ പഠിത്തം എന്ന് പറയാൻ പറ്റിയൊന്നുമില്ല. ഒരു എബോ മീൻസ് ആവറേജ് ആ ലെവൽ തന്നെ ആയിരുന്നു. സത്യത്തിൽ പഠിച്ചു തുടങ്ങിയത് +1 +2 മുതലാണ്. അതായത് 10ാം ക്ലാസ് കഴിഞ്ഞ ശേഷം പിന്നെ പഠിക്കാൻ പറ്റുമെന്ന് കരുതിയല്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ജോലിക്കൊക്കെ പോയി അങ്ങനെ അതിൻ്റെ ഒരു ഇത് വെച്ചാണ് പഠിച്ചു തുടങ്ങിയത്. അങ്ങനെ +1 +2 നന്നായി പഠിച്ചു തുടങ്ങി. പിന്നെ അങ്ങോട്ട് എന്തായാലും വിട്ടുകൊടുത്തിട്ടില്ല. പിന്നെ ഡിഗ്രി ആയാലും PG ആയാലും BEd ആയാലും എല്ലാത്തിലും ടോപ്പിലേക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്യത്തിൽ തുടക്കത്തിൽ കുറച്ച് പാളിച്ചകളുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം കവർ ചെയ്തിട്ട് ഓരോ ക്ലാസ് കഴിയുന്തോറും ഇമ്പ്രൂവ് ആകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ സാറ് സാധാരണ ഒരു മിഡിൽ ലെവലിലുള്ളൊരു കുട്ടിയായിരുന്നു. അതെ, ആ ഒരു ലെവൽ തന്നെയായിരുന്നു. പിന്നീട് എപ്പോഴാണ് ഒരു സർക്കാർ ജോലി വേണമെന്നൊരു ചിന്ത സാറിന് ഉണ്ടാകുന്നത്? സർക്കാർ ജോലിയെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു, ഞാൻ 18 വയസ്സ് പൂർത്തിയായി. അതായത് ഡിഗ്രി ജോയിൻ ചെയ്തു, സെക്കൻഡ് ഇയർ ആയി. അപ്പോൾ ആ ഒരു ടൈം മുതലാണ് സർക്കാർ ജോലിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നത്. അത് ലൈഫിൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു ജോലി ഉണ്ടെങ്കിൽ ലൈഫ് സെറ്റിൽ ആവുള്ളൂ. അപ്പോൾ അങ്ങനെ പല ആൾക്കാരും പറഞ്ഞു കേട്ടനുസരിച്ചാണ് ഈ ഒരു PSCയിലേക്ക് വരുന്നത്. അപ്പോൾ എനിക്കൊരു 19 വയസ്സ് പോലും പഠിച്ചു തുടങ്ങി. ഞാൻ ആദ്യം വരുന്ന എക്സാം LDC ആയിരുന്നു. അപ്പോൾ അന്ന് വലിയ നോളജൊന്നും ഉണ്ടായിരുന്നില്ല. സ്വന്തമായിട്ട് തന്നെയാണ് പഠിച്ച് കയറി വന്നത്. ആദ്യ എക്സാമിന് എനിക്ക് കിട്ടിയ മാർക്ക് 23 മാർക്കായിരുന്നു. അപ്പോൾ അതൊന്നും കൊണ്ട് ഒരിക്കലും ഒരിടത്തും എത്താൻ പറ്റില്ലെന്ന് അറിയാമായിരുന്നു. പിന്നെയും കണ്ടിന്യൂസിന് പഠിക്കുന്ന സമയത്ത് കിട്ടുന്ന സമയം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ സാർ, അപ്പോൾ LDയുടെ ഒക്കെ ലിസ്റ്റിലുണ്ടായിരുന്നു അല്ലേ? പിന്നീട് അധ്യാപനം എന്ന ജോലി ഭയങ്കരമായിട്ട് സ്വപ്നം കണ്ടതുകൊണ്ടാണോ അധ്യാപനം തന്നെ വേണമെന്ന് തീരുമാനിക്കുന്നത്? സത്യത്തിൽ ടീച്ചിങ് ഫീൽഡിൽ എത്താൻ പോലും 2 കാരണം ഉണ്ടായിരുന്നു. അതായത് ഞാൻ BEd ചെയ്ത് മലയാളത്തിലാണ് BEd ചെയ്തത്. അതായത് ഡിഗ്രി ചെയ്യുന്ന സമയത്ത് ഡിഗ്രി മലയാളത്തിലാണ് ചെയ്തത്. എല്ലാവരും ഡിഗ്രി ഇംഗ്ലീഷ് ചെയ്ത സമയത്ത് നമ്മളെ കുറച്ച് ഫ്രണ്ട്സ് അന്ന് ഇംഗ്ലീഷിൽ കുറച്ച് വീക്കായിരുന്നു. അപ്പോൾ അന്ന് എക്സാം മലയാളത്തിലാണ് എഴുതിയത്. അപ്പോൾ അതിന് ശേഷം ഡിഗ്രി കിട്ടിയപ്പോൾ അടുത്ത് എന്തിന് പോകണമെന്ന് കുറിച്ച് ചിന്തിച്ചു. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു, ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞു, നമുക്ക് PG ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം, PG ഇംഗ്ലീഷിലേ എഴുതാൻ പറ്റുള്ളൂ എന്ന് പല ആൾക്കാരും പറഞ്ഞു. ഇംഗ്ലീഷ് അറിയാമെന്നുണ്ടെങ്കിൽ വലിയൊരു നോളജ് ഉണ്ടായിരുന്നില്ല. അതൊരു കാരണം. അതേപോലെ തന്നെയാണ് ആ സമയത്താണ് ഈ മാണിക്കകയിലെ സിനിമ ഇറങ്ങുന്നത്. സത്യം പറഞ്ഞാൽ അത് തന്നെയാണ് ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയാൻ പറ്റും. കാരണം അത് ഒരുപാട് ടച്ച് ചെയ്തു. ആ ഒരു സിനിമ കണ്ടപ്പോൾ അതുവരെ പഠിച്ച മീൻസ് ഒരു LD പോലെയുള്ള, അല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെല്ലാം എല്ലാ അധ്യാപകരും ചോദിക്കും, നിങ്ങൾക്ക് ആരാവാൻ ആഗ്രഹം ചോദിക്കും. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ പറഞ്ഞു പോലീസാണെന്നാണ് പറഞ്ഞത്. പോലീസ് ലിസ്റ്റിലുണ്ടായിരുന്നു. പോലീസിൽ SIയിലുണ്ടായിരുന്നു, കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു, ഫയർഫോഴ്സിലുണ്ടായിരുന്നു, പിന്നെ എക്സൈസിലുണ്ടായിരുന്നു. അങ്ങനെ ഫോഴ്സ് മിക്കതിലുണ്ടായിരുന്നു. പക്ഷേ എന്തോ ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാൻ ഒരു ആഗ്രഹം ഉണ്ടായി. സത്യം പറഞ്ഞാൽ ഒരു മാണിക്കകയിലെ സിനിമ തന്നെയാണ് മെയിനായിട്ടും ഈ ഒരു ടീച്ചിങ് ഫീൽഡിലേക്ക് എത്താൻ എന്നെ സ്വാധീനിച്ചത്. ഓക്കെ, ഇനി നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരാം. സാറിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ HST എക്സാമിന് 15ാം റാങ്കാണ്. അപ്പോൾ നല്ല മത്സരമുള്ളൊരു ജില്ലയാണ് തിരുവനന്തപുരം. അപ്പോൾ അതിൽ 15ാം റാങ്ക് എന്നുള്ളത് ഒരു ചെറിയ കാര്യമൊന്നുമില്ല. അപ്പോൾ സാറിനോട് ചോദിക്കാനുള്ളത്, HSA തയ്യാറാകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾ എന്തായാലും ഒരു അധ്യാപകനായിരിക്കും. അധ്യാപകന് ക്ലാസ്സിലെടുക്കുന്ന കുറേ ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്സ്, ജോഗ്രഫി ഒക്കെ ഉണ്ടാവും. ഇത് പഠനത്തെ സഹായിക്കുമോ? HSA എക്സാമിന് വേണ്ടി സഹായിക്കുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ HSAക്ക് ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടില്ലെന്ന് വേണം പറയാൻ. എൻ്റെ എനിക്കൊന്നൊരു 2 മാസത്തെ ഒരു
പഠിത്തം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഒറ്റയ്ക്കല്ല പഠിച്ച, എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു. ഞാനെൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് പഠിച്ച എക്സാം UPSC ആയിരുന്നു. കാരണം നേരത്തെ പറഞ്ഞ ഒരുപാട് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഫുൾ ടൈം വർക്ക് ചെയ്തു. ഒരു റാങ്ക് ഫയൽ വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ട് അത് മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചു. എൻ്റെ കൂടെ തന്നെ SCERT എല്ലാ ടെക്സ്റ്റുകളും 4 മുതൽ 10ാം ക്ലാസ് വരെയുള്ള സയൻസിൻ്റെയും അതുപോലെ സോഷ്യൽ സയൻസിൻ്റെയും എല്ലാ ടെക്സ്റ്റുകളും കൃത്യമായിട്ട് പഠിച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതിയത്. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ നേട്ടം ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചില്ല. അതൊരുപാട് വിഷമം ഉണ്ടാക്കി. സത്യം പറഞ്ഞാൽ ഞാൻ അപ്പോൾ പഠിത്തം നിർത്തിയതാണ്. അതായത് ഇനി ഒരു PSC കിട്ടത്തില്ല എന്നൊരു ഇതോടുകൂടി പഠിത്തം മതിയാക്കിയതാണ്. പക്ഷെ വീണ്ടും പഠിക്കാനുള്ളൊരു പ്രചോദനം കിട്ടി. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ വീണ്ടും HSCയിലേക്ക് ഞാൻ വരുന്നത്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 10-12 വർഷത്തോളമായി. ഈ ഫീൽഡിലേക്ക് വന്നതിന് ശേഷം 10-12 വർഷത്തോളമായി. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് തന്നെ ഇതിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കാരണം ഈ ടെക്സ്റ്റുകൾ പ്രത്യേകിച്ച് HSC പോലുള്ള എക്സാമിനകത്ത് നമ്മുടെ വിഷയങ്ങളാണ് കൂടുതലായും ചോദിക്കുന്നത്. ബാക്കി വിഷയങ്ങളൊന്നുമില്ലാതെ എക്കോണമിക്സ്, പൊളിറ്റിക്സ്, ജോഗ്രഫി, സോഷ്യോളജി, ഹിസ്റ്ററി, അപ്പോൾ നമ്മുടെ വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ എല്ലാ വിഷയങ്ങളും എടുക്കുന്നുണ്ട്. ട്യൂട്ടോറിയൽ, ഹയർ സെക്കൻഡറി പോലെയുള്ള എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്നുള്ള കുറേ കാര്യങ്ങൾ ഈ HSCയിൽ എനിക്ക് കുറച്ചുകൂടെ മാർക്ക് കിട്ടുന്നതിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ടീച്ചിങ് എക്സ്പീരിയൻസ് ഒരു പരിധിവരെ എന്നെ ഇതിൽ കുറച്ചുകൂടി റാങ്ക് ടോപ്പിലേക്ക് എത്തിക്കാൻ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ HSC എക്സാമുകൾക്ക് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ടോപ്പിക്സ്, അതായത് പഠിപ്പിക്കുന്ന ടോപ്പിക്സ് അല്ലാതെയും ചിലപ്പോൾ വരാറുണ്ട്. ഇപ്പോൾ ചരിത്രങ്ങളെക്കുറിച്ചുള്ള ചരിത്രം, എങ്ങനെ ഹിസ്റ്ററി വരുന്നു, അതിൻ്റെ നാൾ വഴികൾ നമ്മൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്നതാണ്. അതൊക്കെ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാനില്ല. അതുപോലെ തന്നെ സൈക്കോളജി, പെഡഗോജിയൊക്കെ നമ്മൾ BEdന് പഠിച്ച് നിർത്തിയ സംഗതികളായിരിക്കും. അത്തരം ടോപ്പിക്സ് ഒക്കെ സാർ എങ്ങനെയാണ് പഠിച്ചെടുത്തത്? ടോപ്പിക്ക് ഞാൻ എൻ്റെ ഫ്രണ്ട് കൂടെയാണ് കവർ ചെയ്തത്. അതായത് നമ്മളൊരു 2 മാസത്തോളം നമ്മുടെ സ്ഥാപനത്തിലിരുന്ന് ഞാൻ അവനോട് വർക്ക് ചെയ്തു. അത് നമ്മൾ ഓരോ ഏരിയയും തിരിച്ചു. അതായത് ഇപ്പം ഹിസ്റ്ററിക്കകത്ത് ഇന്ന സിലബസിനകത്ത് പറയുന്ന പോലെ ഇന്ന ഏരിയകൾ, അതുപോലെ എക്കണോമിക്സ്, പൊളിറ്റിക്സ്, ജോഗ്രഫി എല്ലാം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് തിരിച്ചു. ഓരോ ഏരിയയും സെപ്പറേറ്റ് ചെയ്ത് തിരിച്ചിട്ട് ഓരോ ദിവസം സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി. നമ്മൾ ഒരു ദിവസം ഇന്ന ഏരിയ തീക്കുക. അതിനോടൊപ്പം തന്നെ എല്ലാ ദിവസവും നമ്മൾ സൈക്കോളജി ഫോളോ ചെയ്തു. കാരണം നമുക്കൊരു ഉറപ്പുണ്ടായിരുന്നു, നമ്മുടെ വിഷയങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ സൈക്കോളജി നമ്മൾ എത്ര പഠിച്ചു കഴിഞ്ഞാലും നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ആ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലേക്ക് എത്താൻ പറ്റുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ദിവസവും പഠിക്കുന്ന സമയത്ത് 1 മണിക്കൂർ നമ്മൾ ഈ സൈക്കോളജിക്ക് വേണ്ടി, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ചു. അപ്പോൾ അതിലൂടെ കുറച്ച് മാർക്ക് ഇതിലേക്ക് എത്താൻ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് BEd ടെക്സ്റ്റാണോ ഫോക്കസ് ചെയ്തത് സൈക്കോളജിക്കും? സൈക്കോളജിയിൽ നമ്മൾ BEd പഠിച്ച ടെക്സ്റ്റുകൾ, സോഷ്യൽ സയൻസിൻ്റെ ടെക്സ്റ്റുകൾ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഗൈഡുകളുണ്ടായിരുന്നു. ആ ഗൈഡിൽ നമ്മൾ ഒരുപാട് റെഫർ ചെയ്തു. സൈക്കോളജി ഒരുപാട് നമുക്ക് HSCയിൽ ക്വസ്റ്റ്യൻ ഇല്ല. എനിക്ക് തോന്നുന്നു ഒരു 5 മാർക്ക് 10 മാർക്കിനകത്ത് എന്തോ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ ഒരുവിധം മാർക്കെല്ലാം സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒരു വലിയൊരു ഘടകമാണല്ലേ? മാർക്കിൻ്റേത് വലിയൊരു ഘടകം തന്നെയാണ്. കാരണം കഴിഞ്ഞ HSC എനിക്ക് തോന്നുന്നു 2012 ആദ്യം എനിക്ക് എൻ്റെ അറിവിൽ ഒരു HSC വിളിക്കുന്നത്. അതിന് മുന്നേ എനിക്ക് അറിവ് ഉണ്ടായിരുന്നില്ല. 2012. അപ്പോൾ ഞാൻ BEd പഠിക്കാൻ കയറുന്നേ ഉള്ളൂ. 2012 HSC വിളിച്ചിട്ട് എൻ്റെ എക്സാം നടക്കുന്നത് 2016 എന്താണെന്ന് തോന്നുന്നു. പിന്നെ ലിസ്റ്റ് വരുന്നത് 2018. 2021 വരെ കാലാവധി ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 9 വർഷത്തോളം ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇതിന് ശേഷം പെട്ടെന്ന് 2021 ഒരു ഇത് വിളിച്ചപ്പോൾ ഒരുപാട് മാറ്റം ഉണ്ടായി. കാരണം ആ ഒരു സമയത്ത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനാണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഏരിയ ഒന്നും ഉണ്ടായിരുന്നില്ല 2012 സമയത്ത്. എന്നാൽ ഞങ്ങൾ HSC ചെയ്യുന്ന സമയത്ത് കൂടുതലും സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഒരുപാട് ആൾക്കാരെ ബാധിച്ചു. കാരണം ഒരു ക്വസ്റ്റ്യൻ വായിച്ചെടുത്ത് അതാണോ ഇതാണോ എന്ന് മനസ്സിലാക്കാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് നല്ല താഴ്ന്നു. 39.67 ട്രിവാൻഡ്രത്ത് കട്ട് ഓഫ് വന്നത്. അപ്പോൾ അത് തന്നെ നമുക്ക് അതിൽ നിന്ന് ഊഹിക്കാൻ പറ്റും ആ എക്സാം ടഫ് എത്രത്തോളം നമുക്ക് ഊഹിക്കാൻ പറ്റുമായിരുന്നതെന്ന്. ഇനി നമുക്ക് സാറിൻ്റെ പഠന രീതികൾ എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കാം. അതായിരിക്കും കൂടുതൽ ആളുകൾക്കും വേണ്ടത്. അപ്പോൾ സാറിൻ്റെ പഠന രീതി എങ്ങനെയായിരുന്നു? അഥവാ സെൽഫ് സ്റ്റഡി ആണോ, ഗ്രൂപ്പ് സ്റ്റഡി ആയിരുന്നോ, അക്കാഡമിയിൽ പോയി പഠിച്ചിട്ടുണ്ടോ? പഠന രീതികളെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ കൂടുതലായിട്ടും സെൽഫായിട്ട് തന്നെയാണ് പഠിച്ചത്. അതായത് തുടക്കം മുതലേ സമയം കുറച്ച് കുറവായിരുന്നു. അതായത് ട്യൂഷൻ ഫീൽഡിലേക്ക് ഇറങ്ങിയ സമയത്ത് രാവിലെയും വൈകിട്ടും ട്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് സമയം മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഓൾറെഡി ഒരു സ്ഥാപനത്തിൽ പോയി പഠിക്കാനുള്ള സമയം അതൊരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം പ്രോപ്പറായിട്ട് നമ്മൾ ട്യൂഷൻ രാവിലെ കഴിയുന്നതും പിന്നെ ഓപ്പൺ സ്കൂൾ പഠിപ്പിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കവർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഓൾറെഡി കൂടുതലായിട്ടും സെൽഫായിട്ടുള്ള സ്റ്റഡി തന്നെയാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ടീമുണ്ടായിരുന്നു പഠിക്കാനൊക്കെ. ആ ഒരു സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്ത പല ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ആ സ്ഥാപനത്തിൽ തന്നെ പഠിക്കുമായിരുന്നു. ഇതുവരെ ഒരു സ്ഥാപനത്തിലും പോയിട്ട് അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. കൂടുതലായിട്ടും സെൽഫായിട്ട് തന്നെയാണ് കൂടുതലുണ്ടായിരുന്നത്.
സാറിൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ സാർ ഒരു ഹിസ്റ്ററി അധ്യാപകനായതുകൂടി കൊണ്ട് ചോദിക്കുകയാണ്, കൂടുതൽ GK ക്വസ്റ്റ്യൻസ് നമുക്ക് എവിടെ റെഫർ ചെയ്താലാണ് കിട്ടുക? റാങ്ക് ഫയലാണോ, SCRT ആണോ, എങ്ങനെയാണ് കിട്ടുക? അത് ഇപ്പോൾ ഒരു HSL എന്നെ കൂടുതൽ സഹായിച്ചത് SCRT ടെക്സ്റ്റുകൾ തന്നെയാണ്. അതായത് സത്യം പറഞ്ഞാൽ ഞാൻ HSA വളരെ കുറച്ച് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഞാൻ ലൈഫിൽ ഏറ്റവും കൂടുതൽ പഠിച്ചത് UPST ആയിരുന്നു. അത് UPST വിളിച്ചതിന് ശേഷം ഈ കൊറോണ സമയം വന്നു. അപ്പോൾ ഒരുപാട് സമയം ഫ്രീ ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു 6-7 മാസത്തോളം ഒരുപാട് സമയം ഫ്രീ കിട്ടി. അപ്പോൾ ഫുൾ ടൈം വീട്ടിൽ നിന്ന് തന്നെയാണ് പഠിച്ചത്. അപ്പോൾ ഞാനത് കൂടുതൽ റെഫർ ചെയ്തത് SCRT ടെക്സ്റ്റുകൾ തന്നെയാണ്. അതായത് 4 മുതൽ +2 വരെയുള്ള SCRT ടെക്സ്റ്റുകളെല്ലാം കറക്റ്റായിട്ട് ഓരോന്നിൻ്റെയും ഗൈഡുകൾ വെച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് സാധാരണ കണ്ടുവരുന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടെക്സ്റ്റുകളെല്ലാം റെഫർ ചെയ്യുന്നുണ്ട്. അതായത് പല ആൾക്കാർ ഇറക്കുന്ന റാങ്ക് ഫയലാണോ ഉദ്ദേശിച്ചത്? റാങ്ക് ഫയൽ തന്നെയാണ്. അതായത് പല റാങ്ക് ഫയൽ നമുക്കറിയാം. ഓരോരോ റാങ്ക് ഫയൽ ഒരുപാട് ആളുകൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ ഒരു റാങ്ക് ഫയൽ വാങ്ങുക, കുറച്ച് പഠിക്കുക, അല്ലെങ്കിൽ വീണ്ടും മറ്റൊരു റാങ്ക് ഫയൽ വാങ്ങുക, പഠിക്കുക. അതിനേക്കാൾ ഉപരി ചെയ്യേണ്ട കാര്യം ഏതെങ്കിലും ഒരു ഒറ്റ റാങ്ക് ഫയൽ മാത്രം നമ്മൾ പഠിക്കുക. അതിൻ്റെ കൂടെ തന്നെ SCRTയുടെ ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും HSA അല്ലെങ്കിൽ UPST പോലൊരു ടെക്സ്റ്റിൽ ഉറപ്പായും ജയിക്കാൻ എന്തായാലും സാധിക്കും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, എല്ലാ PSC ഉദ്യോഗാർത്ഥികളുടെയും മനസ്സിലുള്ളൊരു ചോദ്യമാണ്, നിലവിൽ വരുന്ന ചോദ്യങ്ങളെല്ലാം SCRT NCRTയിൽ നിന്നാണോ? നിലവിലുള്ള എല്ലാ ചോദ്യങ്ങളും SCRT NCRT നമുക്ക് ഒരിക്കലും പറയാൻ പറ്റുന്നില്ല. അല്ലാതെയും ഒരുപാട് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. പക്ഷേ SCRT കവർ ചെയ്യുന്ന ഒരാളെ കുറിച്ച് പറയപ്പെടുമ്പോൾ കുറച്ചുകൂടി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ടെക്സ്റ്റ് പ്രോപ്പറായി വായിക്കുക. നമ്മൾ പണ്ട് മുതലേ കണ്ടുവരുന്ന രീതി അനുസരിച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. ആയത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അതിന് 4 ഓപ്ഷൻ കാണുന്നു, നമ്മൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ABCD ഏതെങ്കിലും ഓപ്ഷൻ ചെയ്യുന്നു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് PSC ഇപ്പോൾ അടുത്ത കാലത്തെ കാണുന്നൊരു ഇത് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് മാറുമ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിച്ചെടുത്തു, അതിനുശേഷം വീണ്ടും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി 1, 2 ശരി, 1, 3 ശരി, അല്ലെങ്കിൽ ഇവ ശരി, 1, 2 ശരിയല്ല, അങ്ങനെയൊക്കെ വരുമ്പോഴും നമ്മൾ വീണ്ടും കൺഫ്യൂസ്ഡ് ആയിപ്പോൾ. അപ്പോൾ ആളിരിക്കുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ടും ടെക്സ്റ്റുകൾ വായിച്ച് വരുന്ന ഒരാൾക്ക്, അതായത് SCRT ടെക്സ്റ്റുകൾ എടുത്തിട്ട് കൃത്യമായി ഓരോ കാര്യങ്ങൾ വായിച്ചു വരുന്ന ആൾക്ക് പ്രോപ്പറായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സാർ, മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, എന്തായാലും ഈ ഹൈസ്കൂൾ ടീച്ചറിന് തയ്യാറെടുക്കുന്ന ആളുകൾ അധ്യാപകരായിരിക്കും, ഒന്നെങ്കിൽ പ്രൈവറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഗസ്റ്റ് ആയിട്ടോ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പോൾ പഠനവും ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുമോ? സാർ എത്ര മണിക്കൂറാണ് ഒരു ദിവസം പഠിച്ചിട്ടുള്ളത്? ജോലി മാറ്റി വെക്കേണ്ടി വന്നിട്ടുണ്ടോ? ഈ പറഞ്ഞ പോലെ എല്ലാ ആൾക്കാരും ടീച്ചിങ് ഫീൽഡാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏകദേശം പകുതിയോളം ആൾക്കാർ എന്തായാലും ടീച്ചിങ് ഫീൽഡിൽ കാണും. കാരണം മിക്ക ആൾക്കാരും ട്യൂഷൻ എടുക്കുന്ന ഒരുപാട് ആൾക്കാരിനകത്തുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ലേഡീസാണ് കൂടുതലുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ച് വീട്ടിലെ കുട്ടികൾ, ഹസ്ബൻഡ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവർ കൂടുതലായും അതെല്ലാം മാറ്റി വെച്ചായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് രാവിലെ ക്ലാസ് ഉണ്ടായിരുന്നു, വൈകിട്ട് ക്ലാസ് ഉണ്ടായിരുന്നു, ഇടയ്ക്ക് കുറച്ച് മാത്രമേ ഫ്രീ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ട്യൂഷൻ ഫീൽഡ്, ഹോം ട്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 7-8 മണിക്കാണ് ഇതെല്ലാം കഴിയുന്നത്. അപ്പോൾ അതിന് ശേഷമുള്ള സമയമാണ് ഞാൻ പഠിച്ചത്. പൊതുവേ പറഞ്ഞാൽ നമ്മൾ എന്ത് പഠിക്കുന്നു എന്നതല്ല, നമ്മളത് എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. ഞാൻ പണ്ട് ഒരുപാട് എക്സാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും എനിക്ക് എത്തപ്പെടാൻ പറ്റിയ കാര്യം എന്ന് വെച്ചാൽ, ഒരു റാങ്ക് ഫയൽ തന്നു കഴിഞ്ഞാൽ ഞാൻ 2 ആഴ്ച കൊണ്ട് റാങ്ക് ഫയൽ പഠിച്ചെത്തിക്കും, എനിക്കത് മതി. പക്ഷേ ഒരു കാര്യം, ആ ഒരു ക്വസ്റ്റ്യൻ വീണ്ടും ഒരാഴ്ചയ്ക്ക് ശേഷം ചോദിച്ചാൽ മറന്നു പോയായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നീട് ഓവർകം ചെയ്യാൻ പറ്റി. അതെനിക്ക് പൊതുവെ പറയാനുള്ള കാര്യം, നമ്മൾ പഠിക്കുന്ന കാര്യം കുറച്ച് കാര്യം പഠിക്കുന്നുള്ളെന്നുണ്ടെങ്കിലും അത് പ്രോപ്പറായി പഠിക്കുക. പിന്നെ എനിക്ക് വളരെ കുറച്ച് സമയം മാത്രമേ കിട്ടിയുള്ളൂ, അതൊരു 8 മണിക്ക് ശേഷമുള്ള സമയം. അതും ഈ രാവിലെ ഒരു 6-7 മണിക്ക് ക്ലാസ് തുടങ്ങും. അപ്പോൾ അത് മുതൽ ഇത്രയും സമയത്ത് ക്ലാസ് വരുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നല്ല ടയർഡായിരിക്കും. പക്ഷേ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ ഇരുന്ന് ഏകദേശം എനിക്കൊന്നൊരു 8 to 10 മണി വരെ പഠിക്കും. അതിനുശേഷം ഒരു 1/2 മണിക്കൂർ ബ്രേക്ക് എടുക്കും. പിന്നെ എന്തെങ്കിലും ഫുഡ് എല്ലാം കഴിച്ചതിന് ശേഷം ഒരു 12-1 മണി വരെ പഠിക്കുമായിരുന്നു. നമ്മൾ 2 പേരും ഉണ്ടായിരുന്നല്ലോ, ഞാനും എൻ്റെ ഫ്രണ്ട്. അവനിപ്പോൾ ടീച്ചിങ് തന്നെയാണ്, പ്രൈവറ്റ് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രാത്രിയുള്ള സമയത്താണ് അവന് ഒരുപാട് വർക്ക് ചെയ്തത്. എനിക്കൊന്നൊരു 1.5-2 മാസം മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ചും കൂടെയൊക്കെ നമ്മൾ നേരത്തെ, ഇപ്പം ഏത് എക്സാമാണ്, ഇപ്പോൾ HSA കുറിച്ച് പറഞ്ഞാൽ HSA വിളിച്ചു, നമുക്ക് എന്തായാലും ഒരു 6 മാസം സമയം കിട്ടും പഠിക്കാൻ. അപ്പോൾ നമ്മൾ പ്രോപ്പർ ആ ഒരു ടൈം ടേബിൾ വെച്ചിട്ട് നമുക്കൊരു ദിവസം എത്ര പഠിക്കാൻ പറ്റും, അത് കറക്റ്റായിട്ട് ഓരോ മണിക്കൂർ മാറ്റി വെച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പിൽ എന്തായാലും വരാൻ പറ്റും. പൊതുവേ ഉള്ള ധാരണ വെച്ചാൽ HSA ഒരു എക്സാം പാടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റില്ലെന്ന് വിശ്വാസം എല്ലാ ആൾക്കാരും ഉണ്ട്. അങ്ങനെയൊന്നുമില്ല. കൃത്യമായി പറഞ്ഞാൽ നിങ്ങൾ ഒരിടത്തും പഠിക്കാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സ്ഥാപനത്തിൽ പഠിക്കാൻ പോകണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്താലും മതി. പക്ഷേ വർക്ക് ചെയ്യുന്ന സമയം
കൃത്യമായിട്ട് നോക്കുക. നിങ്ങൾക്ക് എത്ര ഒരു ദിവസം ഇപ്പോൾ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ എത്ര മണിക്കൂർ പഠിക്കാൻ പറ്റുമോ അത് മാക്സിമം നിങ്ങൾ പഠിക്കുക. പക്ഷേ പഠിക്കുന്ന കാര്യം പക്കയായിട്ട് പഠിക്കുക. നാളെ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഇത് പറയാൻ പറ്റണം. അപ്പോൾ ഞാനും അവനും, കാരണം അവനെ കൊണ്ട് വോയിസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് പഠിപ്പിക്കും. ഒരു അരമണിക്കൂർ അവൻ വായിക്കും, അതിനുശേഷം അരമണിക്കൂർ ഞാൻ വായിക്കും. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. അപ്പം ഈ വായിച്ച് കണ്ടിന്യൂസ് വീണ്ടും അടുത്ത ദിവസം പോകുമ്പോൾ വീണ്ടും ഇത് വായിക്കുന്നു. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നതിന് ശേഷമാണ് ഇതിലേക്ക് എത്താൻ പറ്റിയത്. എനിക്ക് കോമണായി നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കുറച്ച് നേരം പഠിക്കുന്നുള്ളെങ്കിലും ആ പഠിക്കുന്ന കാര്യം പ്രോപ്പറായി പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും അടുത്ത റാങ്ക് ലിസ്റ്റിൽ എന്തായാലും വരാൻ പറ്റും. സാർ, ഈ പ്രോപ്പറായിട്ട് പഠിക്കുക എന്ന് പറയുമ്പോൾ റിവിഷൻ സ്ട്രാറ്റജിയും മറ്റു കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുമല്ലോ. അപ്പോൾ സാറ് എങ്ങനെയാണ് റിവിഷൻ ചെയ്തിരുന്നത്? റിവിഷൻ്റെ കേസാണ്. ഇപ്പം അതിന് എക്സാമ്പിൾ പറഞ്ഞാൽ, ഇന്നിപ്പം ഒരു 8 മണി മുതൽ 12 വരെ പഠിച്ചു, നമ്മൾ 4 മണിക്കൂർ പഠിച്ചെന്ന് കരുതിക്കൊള്ളുക. ഈ പഠിച്ച കാര്യം നാളെ ചെന്നതിന് ശേഷം ഒരു 2 മണിക്കൂർ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. ഇന്ന് സൈക്കോളജി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹിസ്റ്ററി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഇന്ന് പഠിച്ച കാര്യം എന്താണോ ആ കാര്യം നമ്മൾ നാളെ റിപ്പീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ പുതിയ പോർഷൻ എടുക്കുകയുള്ളൂ. അതല്ലാതെ ഇന്ന് കഴിഞ്ഞതിന് ശേഷം നാളെ പുതിയ പോർഷൻ അങ്ങനെയല്ല. ഇന്ന് പഠിച്ചു, അത് നാളെ റിപ്പീറ്റ് ചെയ്യും. അടുത്ത ദിവസം എന്ന് വെച്ചാൽ ഇന്ന് പഠിച്ചതും ഇന്നലെ പഠിച്ചും കൂടെ ചേർത്തിട്ട് റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ എല്ലാ ദിവസവും റിപ്പീറ്റ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒരു ദിവസം കുറച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ. അതായത് എനിക്ക് തോന്നുന്നൊരു 1-1.5 മണിക്കൂർ മാത്രമേ പഠിക്കുന്നുള്ളൂ. ബാക്കി കംപ്ലീറ്റ് സമയം റിവിഷനാണ്. അത് 1-ാം തീയതി ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇന്ന് പഠിച്ച കാര്യങ്ങൾ നാളെ റിപ്പീറ്റ് ചെയ്യുന്നു, അത് മറ്റന്നാൾ റിപ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെ കറക്റ്റായിട്ട് എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്കിതിൽ വരാൻ പറ്റിയത്. അടുത്തൊരു HSA വിളിക്കുന്ന കാര്യം സാറ് സൂചിപ്പിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് HSA ഉടനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സബ്ജക്റ്റുകൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ സോഷ്യൽ സയൻസിനെ സംബന്ധിച്ച് ഇനിയൊരു HSA വിളിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം പ്രതീക്ഷ വയ്ക്കാം? അതിലെ വാക്കൻസി അനുസരിച്ചും അതോടൊപ്പം പരീക്ഷയുടെ രീതി അനുസരിച്ച് പഠിക്കാനുള്ള സമയം എന്നിവ പരിഗണിച്ച് എത്രത്തോളം പ്രതീക്ഷ വയ്ക്കാം? HSA വിളിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. HSA ഡിസംബറോട് കൂടി വീണ്ടും വിളിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ എനിക്ക് ഇനി പറയേണ്ട കാര്യം, ഒന്നാമതേ ഈ റാങ്ക് ലിസ്റ്റ് വളരെ പതുക്കെ മാത്രമേ മൂവ് ആവുള്ളൂ. ബാക്കിയുള്ള സബ്ജക്റ്റ് ബാക്കിയുള്ള ഒരു ജോലി പോലെ അല്ല. ഈ ടീച്ചിങ് ഫീൽഡിലേക്ക് എത്തുമ്പോൾ ടീച്ചിങ് ഫീൽഡിലെ നിയമനം വളരെ കുറച്ച് മാത്രമേ നടക്കുകയുള്ളൂ. നമ്മൾ ഫോഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ LD പോലെയുള്ള അങ്ങനെയുള്ളതായിക്കോട്ടെ അല്ലെങ്കിൽ ലാസ്റ്റ് ഗ്രേഡ് ആയിക്കോട്ടെ, അപ്പോൾ അതിലൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഒരുപാട് നിയമനം നടക്കുന്ന ഒരു പോസ്റ്റാണ് അതൊക്കെ. പക്ഷേ HSA പോലെ പോസ്റ്റിനകത്ത് നമുക്ക് ഒരുപാട് നിയമനം നടക്കത്തില്ല. കഴിഞ്ഞൊരു എക്സാമിന് 99 പേര് എന്താണെന്ന് തോന്നുന്നു മെയിനായിട്ട് ആ ലിസ്റ്റിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതുവരെ ലിസ്റ്റിൽ നിന്ന് ഏകദേശം 19 പേരാണ് മൂവ് ആയിട്ടുള്ളത്. അതായത് മെയിൻ ലിസ്റ്റിൽ നിന്നും തന്നെയാണ് ഈ ഓപ്പൺ ഉള്ള ഉൾപ്പെടെ 19 പേരാണ് മൂവ് ആയിട്ടുള്ളത്. അപ്പം ഇപ്പോൾ 1 വർഷത്തോളമായി ഈ ലിസ്റ്റ് വന്നിട്ട്. അപ്പോൾ വളരെ കുറച്ച് മാത്രമേ ആൾക്കാർ ഈ ലിസ്റ്റിൽ നിന്ന് പോകുന്നുള്ളൂ. മെയിനായിട്ടും എനിക്ക് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ഈ ഒരു ഡിസംബർ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത്രയും വെയിറ്റ് ചെയ്യാതെ ഇപ്പോഴേ പഠനം തുടങ്ങുക. പിന്നെ ഏറ്റവും ടോപ്പിൽ എത്തിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഓൾറെഡി ജോലി കിട്ടുള്ളൂ. അല്ലാതെ നിങ്ങളിപ്പോൾ ആദ്യത്തെ ഒരു ലിസ്റ്റ് വന്നു, നിങ്ങളിപ്പോൾ ആദ്യത്തെ ഒരു 49 50 അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 100-നകത്ത് നിങ്ങൾ റാങ്ക് ഒരു 70 80 ആയപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നും? ഞാൻ മെയിൻ ലിസ്റ്റിലുണ്ടല്ലോ, എനിക്ക് ജോലി കിട്ടുമെന്ന്. 100% ജോലി കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല. നിങ്ങൾക്ക് ജോലി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടോപ്പ് ഒരു 20-കകത്തെങ്കിലും എത്തുക. ഒരു 1020-നകത്ത് എത്തിയെങ്കിൽ ഇനിയൊരു കാലത്ത് HSA പോലുള്ളൊരു പോസ്റ്റിൽ കിട്ടുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവിഷൻ ഫാളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജോലിയിലേക്ക് എത്താനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ടോപ്പിലേക്ക് എത്താൻ നിങ്ങൾ പഠിക്കുക. കൃത്യമായൊരു സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് ഏറ്റവും ടോപ്പിലേക്ക് എത്തെങ്കിൽ മാത്രമേ ഇനി HSA പോലൊരു പോസ്റ്റിലേക്ക് എന്തായാലും ജോലി കിട്ടുള്ളൂ. സാർ, ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അഡ്വൈസ് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. അടുത്തൊരു 2-3 ടേൺ ആളുകൾ കഴിഞ്ഞാൽ സാറിന് അഡ്വൈസ് വരും. അപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് സാർ ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നതെന്ന് സാറിനെ വ്യക്തിപരമായിട്ട് അറിയുന്നതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് സാറിൻ്റെ ഫീലിങ്സ്, അതേപോലെ ഫാമിലിയുടെ ആ ഒരു റെസ്പോൺസ്, അതൊന്ന് ഷെയർ ചെയ്യാമോ? ഫീലിങ്സ് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറയുന്നേ ഉള്ളൂ. പക്ഷേ ഇത് അഡ്വൈസ് കൈ കിട്ടുന്നവരെ അറിയാമല്ലോ, നമ്മൾ എംപ്ലോയി മാറുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ബാക്കിയുള്ള ലിസ്റ്റുകൾ പോകുന്ന പോലെ ഒരുപാട് പോസ്റ്റ് പോകുന്നൊരു പോസ്റ്റല്ല ഈ ടീച്ചിങ് പ്രൊഫഷനൊക്കെ. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ കൈ കിട്ടുന്നവരെയും ഒരു സങ്കടം, ചെറിയൊരു വിഷമം എന്തായാലും ഉണ്ട്. പിന്നെ വീട്ടുകാർ ഹാപ്പിയാണ്. ഒരുപാട് കാലത്തിന് ശേഷം ലിസ്റ്റിൽ വരുന്നു, കിട്ടുന്നൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കാര്യങ്ങളെല്ലാവർക്കും ഉണ്ട്. എന്നാലും കോമൺലി പറഞ്ഞാൽ കിട്ടുന്നവരെയും ഒരു ചെറിയൊരു ടെൻഷൻ തന്നെയാണ്. ഓക്കെ സാർ, എന്തായാലും ഈ ഒരു അക്കാദമിക് ഇയർ തന്നെ സാറിന് ഒരു അധ്യാപകനായിട്ട് കയറാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. സാറിന് എല്ലാവിധ വിജയാശംസകളും. ഓക്കെ, ശരി.